ചുമതലപ്പെട്ട വേദിയിൽ ആയുഷായിരിക്കുന്നവര് വിദ്യാർത്ഥി സംഗമം സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള റവറന്റ് ഫാദർ ഫിലിപ്പ് മാത്യൂസ്. പഴയ മുഖങ്ങൾ കാണുമ്പോൾ ഇവിടുത്തെ ഈ കോളേജിന്റെ പിന്നിലും ഇവിടുത്തെ പ്രവർത്തനങ്ങളിലും വേദിയിലിരിക്കുന്ന വന്യ ഡേവിഡ് കോശി റമ്പാച്ചൻ, പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ഡോക്ടർ ബിജു സാർ, അതുപോലെ പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് കോളേജ് 60 വർഷത്തിലധികം പൂർത്തിയായിരിക്കുന്നു. 1964 സ്ഥാപിതമായ ഈ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘവും ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ നടക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരത്തിന്റെ ചരിത്രത്തിൽ 1964 മുതൽ തലമുറകളെ അറിവിന്റെ വിശാലമായ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഈ സ്ഥാപനം എന്നും പത്തനാപുരത്തിന്റെ അഭിമാനമാണ്. അക്കാദമിക് നിലവാരത്തിലും അധ്യാപനത്തിലും നമ്മുടെ സംസ്ഥാനത്തെ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പിന്നിലല്ലാത്ത ഒരു സ്ഥാനം ഈ കോളേജിന് ഉണ്ടായിരുന്നു എന്ന്. എന്തുകൊണ്ട് ഈ കോളേജ് തിരഞ്ഞെടുത്തു? എനിക്ക് എവിടെയെങ്കിലും പോയി പഠിക്കാമായിരുന്നു. എന്തുകൊണ്ട് ഈ കോളേജ് തിരഞ്ഞെടുത്തു? നമ്മൾ ഓർക്കണം, അന്നത്തെ കാലഘട്ടത്തിൽ ഉമ്മനച്ചൻ പ്രിൻസിപ്പലായും യോഗച്ചൻ വൈസ് പ്രിൻസിപ്പലും വർഗീസാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു കണക്ക് ഡിപ്പാർട്ട്മെന്റും ജോൺസി കുര്യൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റും കൃഷ്ണപിള്ള സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റും പോളച്ചന്റെയും പീറ്ററച്ചന്റെയും നേതൃത്വത്തിലുള്ള ഒരു സുറിയാനി ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഉള്ളപ്പോൾ ഇതിൽ കൂടുതൽ വേറെ ഏത് കോളേജിൽ പോയി പഠിക്കാനാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ ഭരിച്ചിരുന്നത്. എക്കാലത്തും ഈ കോളേജിന്റെ അഭിമാനം അതിപ്രഗത്ഭരായ നല്ല ശിക്ഷണം നൽകുന്ന നാടിന് സംഭാവന ചെയ്ത ഈ കലാലയത്തെ വളരെ നന്ദിപൂർവ്വം നമ്മൾ ഓർക്കുകയാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്കറിയാം, കേരളത്തിലെ ഏത് കോളേജിലും അഡ്മിഷൻ കിട്ടാമായിരുന്ന പലരും ഈ കോളേജിൽ ചേർന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? എനിക്കൊരു കാരണം പറയാൻ പറ്റുന്നുണ്ട്. ഫോൾഡർ ബാച്ചന്റെ ഇവിടെ വന്നത് തന്നെ നമുക്കൊക്കെ വളരെ ഒരു സന്തോഷവും ഈ സമ്മേളനത്തിന് വളരെ ഒരു അനുഗ്രഹവുമാണ്. ഈ കോളേജിൽ പഠിച്ചതാണ്, ഈ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചില വർഷങ്ങൾ നമുക്ക് സമ്മാനിച്ച ഈ കോളേജിലെ നമ്മുടെ ഈ ആലോചനയായിരുന്ന ആ പുണ്യപിതാവിന്റെ ഓർമ്മകൾ കൂടി വിശ്വസിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ആലോചനയായിരുന്ന ആ പുണ്യപിതാവിന്റെ ഓർമ്മകൾ കൂടി വിശ്വസിച്ചുകൊണ്ട് ഞാൻ വന്യനായ റോയി ജോൺസൺ, അച്ചാമ്മ ടീച്ചർ, രണ്ടുപേരുടെ പേര് മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. ബാക്കി ഒരുപാട് പേര് ഇതിൽ ക്ഷീണമായി പ്രയത്നിച്ചു. ഈ സംഗമം കൊണ്ട് നാം ഉദ്ദേശിച്ചിട്ടുള്ളത് നിർവഹിക്കുന്നുണ്ട്. റബ്ബാച്ചന്റെ സാന്നിധ്യം ഈ സമ്മേളനത്തിന് വളരെയേറെ അനുഗ്രഹമാണ്. ഞങ്ങൾ ഓർക്കുന്നു, ഒന്നിച്ചു കൂടുവാൻ പ്രാപ്തരാക്കുവാൻ സഹായിച്ച എല്ലാവരെയും നന്ദിയോട് സ്മരിക്കുന്നു. ഇനിയും കോളേജിന്റെ പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് പോകുവാൻ ഒരുപാടുണ്ട്. അതിൽ ഏവരുടെയും സഹായങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാം പഠിച്ച കലാലയം അഭിവൃദ്ധിപ്പെടുവാൻ സന്മനസ്സോട് ഏവരും പ്രവർത്തിക്കണമെന്ന സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. സംഗമം ആഴമുള്ളതാവട്ടെ, സ്നേഹമുള്ളതാവട്ടെ, നന്മയുള്ളതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കടന്നു ജനുവരി മാസം 10-ാം തീയതി വജ്ര ജൂബിലി ആഘോഷമാണ് അന്ന് സമ്മേളനം. മലങ്കര സഭയുടെ പരിശുദ്ധ കത്തോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട്
ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആയതിലേക്കും ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. മൗണ്ട് താബോർ ദേറ പ്രസ്ഥാനങ്ങളുടെ വക്താവും സെന്റ് സ്റ്റീഫൻസ് കോളേജ് മാത്തമാറ്റിക്സ് വിഭാഗം മുൻ മേധാവിയുമായിരിക്കുന്ന വലിയ റവറൻഡ് ഡോക്ടർ ഡേവിഡ് കോശി റംബാച്ചനെ ഏറെ ആദരവോടെ അനുഗ്രഹ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പരിമിതികൾക്കുള്ളിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ മേഖലകളും ഈ സമൂഹത്തിലും ഈ നാടിനും അനുഗ്രഹപ്പെട്ടതായി പഠിച്ചവരുമായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രമുഖരാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും പ്രിയമുള്ളത്. ഈ പരിപാടി 10ാം വാർഷിക പരിപാടി നേരത്തെ ആലോചിച്ചു തന്നെ വരാം ഇന്നലെ ഒരു പനിയുടെ സീസണായുണ്ട്. ശബ്ദവും ഒക്കെ പനിയുടെ സീസണായതുകൊണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാവും. എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെയാണ് വന്നത്. പൊതുവിൽ ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാവരെയും ആദ്യമായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥിയെ പോലെ തന്നെ പത്തനാപുരം കോളേജിലെ സജീവ സാന്നിധ്യമായ ഒരാളെന്ന നിലയിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നു.